ഹലോ, വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു യമൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. യമൻ മന്തി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മന്തി തന്നെയാണ്. ഒരു ഇൻഗ്രീഡിയൻസിലൊക്കെ ഇത്തിരി മാറ്റം ഉണ്ടെന്ന് മാത്രം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയതുപോലെ ഒരു എന്താ പറയുക, എങ്ങനെ ഇത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്ത് അബദ്ധമാണ് എനിക്ക് പറ്റിയത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മന്തി തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ഈ പാക്കറ്റിലുള്ള ചിക്കനാണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ നാട്ടിലുള്ള അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു മന്തിക്ക് ഏറ്റവും ബെറ്റർ ഈ ഒരു സ്കിന്നോട് കൂടിയിട്ടുള്ള ഈ ഒരു പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അടികട്ടിയുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 2 സവോള കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം, കുരുമുളക്, അതുപോലെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്കായ, അതുപോലെ ഡ്രൈ ലെമൺ, ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലി ഇട്ടാവും. മല്ലി, അതുപോലെ ചിക്കൻ ക്യൂബ് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 2-3 ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു ക്യാപ്സിക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റാക്കിയിട്ടുള്ളതാണ്. ഒരു 3-4 ടൊമാറ്റോ പുഴുങ്ങിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ മന്തി മസാല ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കനെ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചിക്കനെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലയെല്ലാം ഈ ചിക്കനിലിങ്ങനെ പിടിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു മസാലയൊക്കെ ഇത്തിരി കുറേയൊന്നുമില്ല പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞത്. വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തു. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 5-6 പച്ചമുളക് മുഴുവനായിട്ട് കീറൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ.
ഇപ്പോൾ ഇതൊന്ന് തിളച്ച് ഈ ഒരു ചിക്കൻ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ ചിക്കനെ എല്ലാം തന്നെ ഓരോന്നായിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ മസാല തേക്കാനുണ്ട് കേട്ടോ, വേറെ മസാല തേക്കാനുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ മന്തി മസാല ചേർത്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, ഒരു ചിക്കൻ ക്യൂബും കൂടെ ഇതിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വെള്ളത്തിൽ നിന്നാണ് കോരിയത്, അപ്പോൾ അതിൽ ഇത്തിരി ഉപ്പൊക്കെ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം ഓയിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈ ചിക്കനിൽ പിടിപ്പിക്കാം. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൽ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ട് നല്ലവണ്ണം എണ്ണ ഒഴിച്ചിട്ട് ഓവനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം കണക്കാക്കേണ്ടതുണ്ട്. അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് നമ്മൾ അത് കണക്കാക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ചിക്കൻ വെന്തതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളമെല്ലാം കണക്കാക്കിയിട്ട് അതിൽ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് മക്കളെ എനിക്കൊരു അമളി പറ്റിയത്. ഞാൻ എടുത്ത അരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ ആ 2 കിലോ വേവാൻ പാകത്തിനുള്ള പാത്രം അല്ലായിരുന്നു ഇത്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എന്ത് ചെയ്യും? ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടെൻഷനാണെങ്കിൽ അത് വേറെ. കാരണം ഇക്കാൻ്റെ കൂട്ടുകാർ 3-4 പേരുണ്ടാവും ഫുഡിനെന്ന് പറഞ്ഞിരുന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇത് മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നോ, വേറൊരു പാത്രം കൂടെ എടുത്തിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് രണ്ടിലും വെള്ളം തുല്യമാക്കിയിട്ടിട്ട് അരി ഒരുപോലെ ഇട്ട് വേവിച്ചെടുത്തു. എന്നാലും കുഴപ്പമൊന്നും വന്നില്ല കേട്ടോ. ലാസ്റ്റത്തെ പ്രോസസ്സ് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെ ചാർക്കോൾ ഇട്ടിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അടച്ച് വെക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് ചിക്കനൊക്കെ വെക്കണം കേട്ടോ. ചിക്കൻ ഇങ്ങനെ അടുക്കി വെക്കണം. എന്നിട്ട് ഫോയിൽ പേപ്പർ വെച്ച് മൂടിയിട്ട് വേണം അടച്ച് വെക്കാൻ. അങ്ങനെ ഇത് രണ്ടാമത്തെ പാത്രമാണ്. നേരത്തെ കാണിച്ചു ഒരെണ്ണം, രണ്ടാമത്തേതാണിത്. ആ 2 പാത്രവും ഒരുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ ഒരു അമളി പറ്റിയെന്ന് വെച്ചാൽ, അമളിയല്ല അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ അരി കൂടിപ്പോയി. ഈ ഒരു വെള്ളവും അതുപോലെ നമ്മളെല്ലാതും കണക്കാക്കി ഒക്കെ റെഡിയായി. പക്ഷേ അരി എങ്ങനെ കൂടിപ്പോയി എന്നുള്ളത് എനിക്ക് ഇന്നും അറിയില്ല എങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. എന്തായാലും ഈ 2 പാത്രത്തിലാക്കി വെച്ചത് കാരണം അത് എന്താ പറയുക, എന്തായാലും സെറ്റായിട്ട് കിട്ടിയിട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് 4 ആൾക്കുള്ളത് 16 ആൾക്ക് തിന്നാണ്ടായിരുന്നു എന്നുള്ളതാണ്. 4 ആൾക്കുള്ളത് വേറെയും കുറേ ആളുകൾക്ക് അവരുടെ റൂമിലോട്ടൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പോൾ നമ്മളത് പൊട്ടിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇത്ര അരിയുള്ളത് കാരണം ഞാൻ 2ാമത് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അരി പൊട്ടിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റ് അതിൻ്റെ എല്ലാ ഫ്ലേവറും ഒരുപോലെ ആവുകയുള്ളൂ. അപ്പോൾ 2ാമത്തെ ആ ഒരു പാത്രം ഞാൻ പൊട്ടിക്കാൻ പോവാണ്. അങ്ങനെ ഈ 2 പാത്രത്തിലുള്ള ആ ഒരു അരിയും അതായത് റൈസും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് വേവാതായിട്ടുണ്ടെങ്കിൽ പെട്ടുപോയേനെ ഞാൻ. നമ്മളെപ്പോഴും ബിരിയാണി നെയ്ച്ചോറും എല്ലാം വെക്കുമ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മന്തി റൈസിൻ്റെ കൂടെ ഞാൻ കോംബോ ആയിട്ട് കൊടുത്തിട്ടുള്ള, കോംബോ അല്ല സോസായിട്ട് എടുത്തിട്ടുള്ളത് പൊട്ടറ്റോ മയോണൈസാണ് കേട്ടോ. പൊട്ടറ്റോ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.